കേരളം അടുത്ത വർഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതും ഇവിടുത്തെ പാർട്ടികൾ നയങ്ങൾ തീരുമാനിക്കുന്നതുമെല്ലാം ചില സമവാക്യങ്ങൾ ചേർന്നുകൊണ്ടാണ്. അതിൽ ഇവിടുത്തെ മതനേതൃത്വത്തിന്, സമുദായ നേതൃത്വത്തിന് എല്ലാവർക്കും പങ്കുണ്ട്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നണികളും പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, അവരുടെ നീക്കുപോക്കുകൾ എല്ലാത്തിലും ഈ സമവാക്യ രൂപീകരണത്തിൻ്റെ ചില എലമെൻറ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയത്തോടെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അയ്യപ്പ സംഗമം നടക്കുകയുണ്ടായി. സുകുമാരൻ നായർ NSS ഇടതുപക്ഷത്തോട് കൂടുതൽ ചായുന്നോ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇന്നിപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PJ കുര്യനും സുരേഷ് കൊടിക്കുന്നിലടക്കമുള്ളവർ സുകുമാരൻ നായരെ സന്ദർശിക്കുന്നു. ഇങ്ങനെ ആ വിഷയം ഒരു ഭാഗത്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയി അമ്മയെ ആലിംഗനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇൻസൈറ്റിൽ. നമ്മോടൊപ്പം രാജീവ് ശങ്കരൻ സർ, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. എന്തു തോന്നുന്നു ഈ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ കണ്ടിട്ട്? മുന്നണികൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമവാക്യ രൂപീകരണത്തിൻ്റെ നീക്കുപോക്കുകളിലേക്കാണോ ഈ കാര്യങ്ങളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോ ഒരു രാഷ്ട്രീയ പ്രക്രിയ ആവുമ്പോൾ വിവിധ വിഭാഗങ്ങളുടെ അഭിപ്രായം കേൾക്കുക, അതിനനുസരിച്ച് അവരുടെ അഭിപ്രായം കൂടെ പരിഗണിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നയരൂപീകരണം നടത്തുക, ഇതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ കാര്യമാണെന്ന് നമുക്ക് അറിയാം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലോ അധികാരത്തിലോ വലിയ റെലവൻസ് ഒന്നും ഇല്ലാത്ത ഒരു സമുദായ നേതൃത്വം അവരുടെ ഒരു റെലവൻസ് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ റെലവൻസ് അംഗീകരിച്ചു കൊടുക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോ കോൺഗ്രസ് നേതാക്കൾ പോകുമ്പോൾ കാണുന്നത്. വളരെ പെട്ടെന്ന് അയ്യപ്പ സംഗമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി രംഗത്ത് വരുന്നു. LDF സർക്കാർ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനു മുമ്പ് സുപ്രീം കോടതി വിധി വന്ന സമയത്ത് എന്താണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ആചാര സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രമസമാധാന പാലനത്തെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള സമരത്തിന് പിന്തുണ കൊടുത്തത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരാൾ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു. ഉടനെ LDF നേതാക്കളൊക്കെ കൂടെ NSS പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ NSS എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്തു. അതിന് തൊട്ടു പുറകെ കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷും PJ കുര്യനുമാണ് പോയത് എങ്കിൽ കൂടി കോൺഗ്രസിനുള്ളിൽ ഒരു ഡിസ്കഷൻ ഉയർന്നു വരുന്നു. NSS നേതൃത്വത്തെ പോയി കാണണ്ടേ, അവരെ അനുനയിപ്പിക്കണ്ടേ എന്നുള്ള ഡിസ്കഷൻ ഉയർന്നു വരുന്നു. ആ ഡിസ്കഷന്റെ തുടർച്ചയിൽ അല്ലെങ്കിൽ പോലും രണ്ട് നേതാക്കൾ അവിടെ പോയി കാണും. അപ്പോ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ എന്താണോ ആഗ്രഹിച്ചത് അത് രാഷ്ട്രീയ നേതൃത്വം നടപ്പാക്കി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എന്തോ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വരുമ്പോൾ അതിനെ നിർണയിക്കാൻ കഴിവുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ അവർക്ക് കിട്ടുന്നു എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ സംഭവിച്ചു. സത്യത്തിൽ ഇവർക്കൊന്നും യാതൊരു റോളും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇല്ല എന്നുള്ളത് മുൻകാലത്ത് പലകുറി തെളിയിക്കപ്പെട്ടതാണ്. NSS തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി എവിടെ ചെന്നാണ് അവസാനിച്ചത് എന്ന് കേരളം കണ്ടതാണ്. 1982 മുതൽ 87 വരെ അധികാരത്തിലിരുന്ന K കരുണാകരൻ സർക്കാരിൽ അന്നത്തെ UDF ഒരു സഖ്യകക്ഷിയായിരുന്നു ഈ NDP എന്ന് പറയുന്ന പാർട്ടി. ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം NDP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് വരുന്നു. കാരണം അത്രേ ഉള്ളൂ NSSന് സ്വന്തമായി ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കിയാൽ കിട്ടാവുന്ന ഒരു റെലവൻസ് എന്ന് പറയുന്നത്. പിന്നീടാണ് ഇവർ ഞങ്ങളൊരു സമ്മർദ്ദ ശക്തിയാണ് എന്ന് സ്വയം വരുത്തി തീർക്കുകയും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യുന്ന ഒരു പണിയിലേക്ക് മാറുന്നു. അത് ഈ കഴിഞ്ഞ ഒരു 9 കൊല്ലമായിട്ട് ആ അഡ്വാൻറ്റേജ് എടുക്കൽ വേണ്ട രീതിയിൽ നടന്നിരുന്നില്ല. അതിന് കാരണം LDF തന്നെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതിൽ നിന്ന് മാറി LDF വേറൊരു സ്ട്രാറ്റജി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടായപ്പോൾ അതിലേക്ക് അതൊന്ന് മുതലെടുക്കാൻ പറ്റുമോ എന്ന് NSS ജനറൽ സെക്രട്ടറി ശ്രമം നടത്തി. ആ ശ്രമത്തിൽ ആദ്യഘട്ടത്തിൽ NSS ജനറൽ സെക്രട്ടറി വിജയിച്ചു. കാരണം LDF ഒരു അനുകൂല മനോഭാവം അവരോട് കാണിച്ചപ്പോൾ അത് ആദ്യഘട്ടത്തിൽ വിജയിച്ചു. രണ്ടാം ഘട്ടം വിജയിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലും NSS ജനറൽ സെക്രട്ടറി വിജയിക്കുകയാണ്.
ഇല്ലാത്തൊരു വലിപ്പമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പി ജെ കുര്യൻ പോകുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം വെച്ചാൽ സൂര്യനെല്ലി കേസിൽ ആരോപണ വിധേയ സ്ഥാനത്തുണ്ടായിരുന്നു പി ജെ കുര്യൻ. അന്ന് പി ജെ കുര്യന് ഈ കേസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തമായ അലൈബി ആയിട്ട് നിന്നത് ജി സുകുമാരൻ നായരായിരുന്നു. ഈ പ്രതി ഇര ആരോപിക്കുന്ന സമയത്ത് തനിക്കൊപ്പം പി ജെ കുര്യൻ ഉണ്ടായിരുന്നു എന്ന് ജി സുകുമാരൻ നായരുടെ ഒരു മൊഴി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധം പി ജെ കുര്യനും സുകുമാരൻ നായരുമായിട്ട് നേരത്തെ മുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സുകുമാരൻ നായരുമായിട്ട് കോൺഗ്രസിലെ ആർക്കെങ്കിലും വളരെ എളുപ്പത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഓപ്പൺ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് പി ജെ കുര്യനാണ്. അതുകൊണ്ട് പി ജെ കുര്യൻ പോകുന്നതിന് വേറെയും സ്പെസിഫിക് ആയ റീസൺ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പി ജെ കുര്യന്റെ സംസാരങ്ങളിൽ വന്ന മാറ്റവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ശക്തമായ വിമർശനം ആദ്യം ഉന്നയിക്കുന്ന പി ജെ കുര്യനാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീട് ആരോപണങ്ങൾ നേരിട്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നത് വേറെ പ്രശ്നം. പക്ഷേ എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പി ജെ കുര്യൻ നേരത്തെ വലിയ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പി ജെ കുര്യൻ എങ്ങോട്ടാണ് ചാഞ്ഞു നിൽക്കുന്നത് എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ജി സുകുമാരൻ നായർ ഇങ്ങനെ കഴിഞ്ഞ 9 കൊല്ലത്തിനിടെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഇടത് ചായ്വ് പ്രകടിപ്പിക്കുന്നു എന്നുള്ള തോന്നലുണ്ടായപ്പോൾ പി ജെ കുര്യൻ സംഭാഷണത്തിന് ശ്രമിച്ചത് എന്നുള്ളതും കൗതുകരമാണ് ഇതൊക്കെ. പക്ഷെ ആത്യന്തികമായ ഫലം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇല്ലാത്തൊരു സ്വാധീനം തങ്ങൾക്കുണ്ട് എന്ന് NSS ജനറൽ സെക്രട്ടറിക്ക് സ്ഥാപിക്കാൻ ഒരവസരം കൂടെ തുറന്നു കിട്ടി. അതിനപ്പുറം വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഈ സമദൂരമാണ് ശരിദൂരം എന്നുള്ള മുദ്രാവാക്യം അത് അയ്യപ്പ സംഗമത്തോടു കൂടി എങ്ങോട്ടാണ് ആ സമദൂരം കൂടുതൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുവന്ന സംഭവം കൂടി നടക്കുന്നത്. അയ്യപ്പ സംഗമം പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലുള്ള ഒരു മുതലെടുപ്പിനുള്ള വേദിയാക്കി മാറ്റി എന്ന് തന്നെയല്ലേ ഈ സംഭവങ്ങളൊക്കെയോട് കൂടി ഉറപ്പിക്കാൻ കഴിയുന്നത്? സംശയമൊന്നുമില്ല, അയ്യപ്പ സംഘം ഒരു പൊളിറ്റിക്കൽ ടൂൾ തന്നെയായിരുന്നു. ആ പൊളിറ്റിക്കൽ ടൂള് LDF ഉപയോഗിക്കുന്നതിന് LDFിൻ്റെതായ ന്യായങ്ങൾ ഉണ്ട് എന്നുള്ളത് വേറെ പ്രശ്നമാണ്, വേറെ കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്ന സമയത്ത് ആ പ്രശ്നത്തെ എങ്ങനെയാണ് കോൺഗ്രസും RSSും ആദ്യഘട്ടത്തിൽ ഇതിനെ സർവാത്മന പിന്തുണച്ച രണ്ട് പാർട്ടികളും ഏത് വിധത്തിലാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇതൊരു സുവർണാവസരമാണ് എന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ പാർട്ടി യോഗത്തിൽ പറയുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതാണ്. അപ്പോൾ അവരത് വളരെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിച്ചു, രാഷ്ട്രീയമായി തന്നെ ഉപയോഗിച്ചു. അതൊരിക്കലും എന്താ പറയാ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് അവർ ഉപയോഗിച്ചത്. അതിനൊരു മറുതന്ത്രം ഇറക്കാണ് ഇപ്പോ LDF ചെയ്യുന്നത്. LDF അതാണോ ചെയ്യേണ്ടത്? CPMന്റെ നയം അതാണോ? ഇതൊക്കെ ആ പാർട്ടിയും ആ മുന്നണിയും ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഷോർട്ട് ടേമിൽ ഒരുപക്ഷെ അവർക്കൊരു ഗുണം ചെയ്തേക്കാം, പക്ഷെ ദൂരവ്യാപകമായി ഇത് ആ പാർട്ടിക്കും CPIM എന്ന പാർട്ടിക്കും LDF എന്നുള്ള മുന്നണിക്കും വലിയ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ NSS ജനറൽ സെക്രട്ടറി കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി കാര്യം വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഏത് തരത്തിലുള്ള വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയാലും അതിനൊന്നും തള്ളിപ്പറയാനോ അതിന് നിയമപരമായ നടപടികളൊന്നും സ്വീകരിക്കാനോ തയ്യാറാകാത്ത സർക്കാരും അതിന് പ്രേരിപ്പിക്കാത്ത CPIM-ഉം LDF-ഉം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടു നടക്കാൻ മടി കാണിക്കുന്നില്ല എന്നുള്ളതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അപ്പോ പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് ഇവരിപ്പോ തിരിച്ചറിയുന്നില്ല. ഒരുപക്ഷെ അത് വൈകാതെ തിരിച്ചറിയുമായിരിക്കും എന്ന് നമുക്ക് കരുതാം. അതിനപ്പുറത്ത് നിന്നും ഒരു റെലവൻസ് ഇല്ല. വെള്ളാപ്പള്ളിയുടെ ഒരു ഒറ്റ കാര്യം ഇപ്പൊ നേരത്തെ സുകുമാരൻ നായരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. അതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. ഇപ്പൊ NSS ജനറൽ സെക്രട്ടറി ചെന്ന് കാണാത്ത BJP നേതാക്കളാണ് മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ചതിന്റെ തൊട്ടുപുറകെ അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിന്റെ തൊട്ടുപുറകെ വെള്ളാപ്പള്ളിയെ കാണാനായിട്ട് കണിച്ചുകുളങ്ങരയിൽ ചെന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ സാധിക്കും എന്ന് ഒരു തെറ്റിദ്ധാരണ പടർത്താൻ രണ്ടു കൂട്ടർക്കും സാധിക്കുന്നത്. അതിനപ്പുറം വേറെ ഒന്നും ഇതുകൊണ്ട് സംഭവിക്കില്ല. പക്ഷേ LDF-നും CPM-നും അവർ പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയത്തിന്റെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാടിൽ നിന്നുള്ളൊരു പിന്നോക്കം പോകലായിട്ട് ഇത് മാറും. അതിന്റെ ദൂഷ്യഫലം അവരായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ LDF-ന്റെ ഈ ഒരു നയം മാറ്റം അല്ലെങ്കിൽ ഈ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ നിന്ന് പിന്നോക്ക് പോകുന്നതിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റായ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു എപ്പിസോഡല്ലേ നമ്മൾ മാതാമന്ദനാനന്ദമയ്യെ മന്ത്രി സജി ചെറിയാൻ പോയി ആശ്ലേഷിക്കുന്നതും സർക്കാരിൻ്റെ പ്രശംസാപത്രം കൈമാറുന്നതിലൂടെയും കാണാൻ സാധിച്ചത്. ഒരു കാലത്ത് മാതാമൃതാനന്ദമയി ദേവിക്കെതിരെ
അവരുടെ ആശ്രമത്തിനെതിരെ എത്രത്തോളം കർശനമായി, എത്രത്തോളം ഗൗരവപരമായി CPIM ഇടപെട്ടിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ, അവരുടെ കേസൊക്കെ വന്ന വിഷയത്തിൽ. ഇപ്പോൾ ഇങ്ങനൊരു നയമാറ്റം. അല്ല, അതിന്റെ ഒറ്റ സ്ട്രീമായിട്ട് നമ്മൾ കാണണം. ഇതൊന്നും സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് കാണേണ്ടതില്ല. ഇതൊരൊറ്റ സ്ട്രീമാണ്. അതിലേറ്റവും ഗംഭീരമായിട്ട് ആ കാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന് പറയുന്നത് സജി ചെറിയാനും കുറച്ചുകൂടെ ഇനി അടുത്ത ആളായിട്ട് നമ്മൾ കാണുന്നത് VN വാസവനാണ് നമുക്ക് പറയാൻ CPM-നാണ്. അവരെ നന്നായി ഉപയോഗിക്കുന്നു CPM എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ നമുക്കൊന്നറിയാം, നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പ്രസംഗിച്ച പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുന്നതിന് മുമ്പ് അവിടെ അദ്ദേഹത്തെ ചെന്ന് കണ്ട് മഹാനായ ആളാണ് എന്ന് പറഞ്ഞ നേതാക്കളുണ്ട് CPM-നകത്ത്. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് മാതാമൃതാനന്ദമയി മഠത്തിൽ ചെന്ന് അവരെ ആശ്ലേഷിച്ച് ചുംബിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുവഴിയും ചില എന്താ പറയാ സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്ന് CPM-ഉം LDF-ഉം കരുതുന്നുണ്ടാവണം. CPM കരുതുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം LDF-ലെ ഇതര കക്ഷികൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് അറിയില്ല. ഇനിയിപ്പോ അവർ പ്രതികരിച്ചാൽ തന്നെയും CPM എന്താണോ തീരുമാനിക്കുന്നത് അത് LDF-ൽ നടക്കൂ എന്നുള്ളതുകൊണ്ട് LDF-ന്റെ കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മാതാമൃതാനന്ദന്റെ കാര്യം സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നടന്ന ദുരൂഹമായ മരണങ്ങൾ, കൊലപാതകം എന്ന ആക്ഷേപമുയർന്ന ദുരൂഹമായ മരണങ്ങളുടെ കാര്യത്തിലൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയ പാർട്ടിയാണ് CPIM. ആ മഠത്തിന്റെ പേരിൽ നടക്കുന്ന ഭൂമി കൈയേറ്റങ്ങളെ കുറിച്ചുള്ള ആരോപണം ഉയർന്ന സമയത്ത് അതിനോട് ശക്തമായി ചേർന്ന ആ ആരോപണങ്ങൾക്കൊപ്പം നിന്ന പാർട്ടിയാണ് CPM. അവിടെ ഒരു സ്ത്രീക്ക്, ഒരു വിദേശീയ വനിതയ്ക്ക് ലൈംഗികമായ അതിക്രമം നേരിടേണ്ടി വന്നു എന്ന ആക്ഷേപം ഉയർന്ന സമയത്ത് അവർക്കൊപ്പം നിന്ന പാർട്ടിയും മുന്നണിയുമാണ് CPIM-ഉം LDF-ഉം. അതേ ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ള ഒരു മുതിർന്ന നേതാവാണ് അവിടെ പോയിട്ട് മാതാമൃതാനന്ദമയെ ആശ്ലേഷിച്ച് ചുംബിക്കാൻ മടി കാണിക്കാതില്ല. അത് ഇപ്പൊ ആശ്ലേഷിക്കുന്നതോ ചുംബിക്കുന്നതോ അതൊന്നും വലിയ കുഴപ്പമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യമായിട്ട് നമ്മൾ കാണാം. പക്ഷെ മാതാമൃതാനന്ദമയിയുടെ മഠത്തിൽ പോയി അവരെ ഒരു മഹനീയ വ്യക്തിത്വമാണ് എന്ന മട്ടിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് അത് NSS ജനറൽ സെക്രട്ടറിയോട് എടുക്കുന്ന നിലപാട്, SNDP യോഗം ജനറൽ സെക്രട്ടറിയോട് എടുക്കുന്ന നിലപാട്, ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ട് വേണം നമ്മൾ മാതാമൃതാനന്ദമയോട് കാണിക്കുന്ന ആദരവിനെയും നമ്മൾ കാണാൻ. ഇതുവഴി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് അകന്നുപോയ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഈഴവ ഇതര പിന്നോക്ക വിഭാഗങ്ങളുടെയും മുന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ തിരിച്ചു വരും എന്നും അതിലൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താൻ സാധിക്കും എന്നുമാണ് അവര് കണക്കൂട്ടുന്നത്. ഈ കണക്കൂട്ടലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയായി വന്നേക്കാം. അതായത് ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ശരിയായി വന്നേക്കാം. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ പറയുന്നത് ഇതൊരു പ്രൊഡിക്ഷൻ അല്ല, പക്ഷെ എങ്കിൽ പോലും അത് ശരിയായി വന്നാൽ പോലും അത് കണ്ടീഷനിലാണ്. ഒരു 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് തന്നെ അത് ശരിയായി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ ശരിയായി വന്നാൽ തന്നെ അത് ഈ സമുദായ നേതാക്കളെ കണ്ടു നടത്തിയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അതിന് മറ്റു പല പൊളിറ്റിക്കൽ റീസൺസ് ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തെറ്റായ സന്ദേശമാണ്. ഈ എല്ലാ ഇൻസിഡൻസും ഒരു തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇങ്ങനെയല്ല രാഷ്ട്രീയം ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് CPM-ന് അറിയാനിട്ടല്ല. CPM-ന് മുൻകാലത്ത് അറിയാം. അവർ നന്നായി രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. ഇടക്കാലത്താണ് രാഷ്ട്രീയം സംസാരിക്കുന്നത് അവർ നിർത്തിപ്പോയത്. ആ നിർത്തല് അധികാര തുടർച്ചയുടെ ഫലമായി കൂടി സംഭവിച്ചതാണ്. അങ്ങനെ രാഷ്ട്രീയം സംസാരിക്കുന്നത് നിർത്തിയത് മൂലമുണ്ടായ വിടവ് നികത്താൻ ഇമാതിരി ചുളുവിദ്യ കൊണ്ട് സാധിക്കും എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ ഈ ഇൻസിഡന്റുകളുടെ പരമ്പര ഇങ്ങനെ പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അയ്യപ്പ സംഗമത്തിൽ മഹാനായ ഒരു അയ്യപ്പ ഭക്തൻ എന്ന് വിശേഷിപ്പിച്ച് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതും വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറുപടി കത്ത് വളരെ അഭിമാനത്തോടു കൂടി അവിടെ വായിച്ച സംഭവം. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരങ്ങേറുമ്പോൾ കൃത്യമായി ഇതിൻ്റെ മുതലെടുപ്പ്, ഇതിൻ്റെ ലാഭം ആർക്ക് എന്ന് വിലയിരുത്തുകയാണെങ്കിൽ അത് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ LDF-ന് ഒരു 3-ാം ഊഴം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ വേറെ എവിടെയും അവർക്കിപ്പോൾ ഭരണമില്ല. കോൺഗ്രസ്സിന് തിരിച്ചു വരണം, സ്വാഭാവികമായും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ BJP ഇവിടെ ഒന്നുകൂടി ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവിധ കളികളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
ഇപ്പോൾ നടക്കുന്ന ഈവൻറ്റുകളുടെയൊക്കെ ആത്യന്തികമായ ലാഭം യഥാർത്ഥത്തിൽ അവരിലേക്കല്ലേ പോകുന്നത്? ആത്യന്തിക ലാഭം അവരിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്നിപ്പോ CPM ഈ ശ്രമങ്ങൾ തുടക്കുമ്പോൾ, ഇപ്പോ NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിലും SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിലും കൊല്ലത്ത് മാതാമൃതാനന്ദമയിയുടെ ആശ്രമത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അവരെ ചെന്ന് കാണുന്ന കാര്യത്തിലാണെങ്കിലും, യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ CPM ഈ ശ്രമം നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ LDF ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന മേഖലകളിൽ നിന്ന് അവർക്ക് സീറ്റ് തിരിച്ചു പിടിച്ചേ പറ്റൂ. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, ഈ 6 ജില്ലകളിൽ നിന്ന്, പത്തനംതിട്ട അടക്കം ഈ ജില്ലകളിൽ നിന്നൊക്കെയുള്ള സീറ്റുകൾ കുറച്ചെങ്കിലും തിരിച്ചു പിടിച്ചാൽ മാത്രമേ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുള്ളൂ. കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയാലേ UDF അധികാരത്തിൽ വരാൻ സാധിക്കുള്ളൂ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് കിട്ടാവുന്നതിന്റെ പരമാവധി സീറ്റ്, ഒരു സീറ്റും കൂടെ ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ 2 സീറ്റ് കൂടുതൽ, അതിൽ കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടാനില്ല. അപ്പൊ ഇനി UDF എവിടുന്ന സീറ്റ് കിട്ടുന്നത്? കോൺഗ്രസിന് കിട്ടണം. കോൺഗ്രസിന് എവിടുന്ന സീറ്റ് കിട്ടുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് കിട്ടണം, കൊല്ലത്ത് നിന്ന് കിട്ടണം, ആലപ്പുഴയിൽ നിന്ന് കിട്ടണം, പത്തനംതിട്ടയിൽ നിന്ന് കിട്ടണം, ഇടുക്കിയിൽ നിന്ന് കിട്ടണം, എറണാകുളത്ത് നിന്ന് കിട്ടണം, തൃശ്ശൂരിൽ നിന്ന് കിട്ടണം. ഈ 7 ജില്ലകളിൽ നിന്ന് അവർക്ക് കിട്ടണം. കോട്ടയത്ത് നിന്ന് കുറച്ച് സീറ്റ്, 1-2 സീറ്റൊക്കെ ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. അപ്പൊ ഇത് ഈ പോക്കറ്റിലേക്കാണ് LDF, ഈ പോക്കറ്റിൽ അവർക്കുള്ള സ്വാധീനം നിലനിർത്താനുള്ള ഗെയിമായിട്ടാണ് LDF ഇപ്പോ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കോൺഗ്രസ് ഒരു ഡയലമയിലേക്ക് വന്ന് വീഴും. കോൺഗ്രസിന് ഈ കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഈ ജില്ലകളിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടിയേ പറ്റുള്ളൂ. അപ്പൊ അവരും സമാനമായ ചില തന്ത്രങ്ങളിലേക്ക് വൈകാതെ മാറാതിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം കോൺഗ്രസ് മുൻകാലത്ത് തന്നെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് CPM-ഉം LDF-ഉം ഈ പണി ഇപ്പൊ എടുക്കുമ്പോൾ അവർക്ക് മാറാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് പോയി NSS ജനറൽ സെക്രട്ടറിയെ കാണുന്നത്. NSS ജനറൽ സെക്രട്ടറിയെ പോയി കണ്ട് സംസാരിക്കണ്ടേ എന്നുള്ള സംസാരം ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. വെള്ളാപ്പള്ളി നടേശനോട് സംസാരിക്കണ്ടേ എന്നുള്ള സംസാരം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ഈ 2 കൂട്ടരും ആ വഴിക്ക് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്ട് BJP കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BJPക്ക് ഈ സെഗ്മെന്റിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ ഇതിനകം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കിട്ടിയതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ അത്രയും കിട്ടില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്രയും കിട്ടാൻ പോകുന്നില്ല. അവർക്ക് ഈ സെഗ്മെന്റിൽ നിന്ന് തൽക്കാലം കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംഭവിക്കുന്നത് എന്താ? ഒരു BJP അനുകൂല മനോഭാവത്തിലേക്ക് ഈ വിഭാഗത്തിലുള്ള ആളുകളെ എത്തിക്കുക, ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ എത്തുക എന്ന് പറയുന്നൊരു പണിയാണ് ഈ പ്രീണനത്തിലൂടെ CPM-ഉം LDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രീണനം കോൺഗ്രസ് ഒരുപക്ഷെ വൈകാതെ നടത്താൻ പോകുന്ന പ്രീണനം. ഇതിലൂടെ ഈ പാർട്ടികൾ രണ്ടും ഇതേപോലെയാണെങ്കിൽ പിന്നെ നേരിട്ട് BJP-യിലേക്ക് പോയാൽ പോരെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, BJP കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസിനും CPM-നും വോട്ട് ചെയ്യുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ധാരാളം ഇവിടെ ഉണ്ട്. അവര് BJP അധികാരത്തിൽ വരും എന്ന് ഉറപ്പുണ്ടായി അങ്ങോട്ട് വളരെ എളുപ്പത്തിൽ ചായും. അപ്പൊ അവരിലേക്ക് കുറെ കൂടെ എളുപ്പത്തിൽ ഈ BJP-യുടെ ആശയങ്ങൾ എത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കൽ ഈ പറയുന്ന പ്രീണനം കൊണ്ട് സാധ്യമാവും. അതാണ് ഏറ്റവും വലിയ അപകടം. അതാണ് ഞാൻ പറഞ്ഞത്, തൽക്കാലത്തേക്ക് അപകടം ഉണ്ടാക്കിയില്ലെങ്കിലും ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഫലം, ദോഷഫലമായിരിക്കും ഉണ്ടാക്കുക. അത് ആ രാഷ്ട്രീയമാണ് സത്യം പറഞ്ഞാൽ എന്താ ഒരു മൂന്നാമൂഴത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു ശ്രമം. അതാണ് CPM-ഉം LDF-ഉം നടന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പണി. അതിലൂടെ അവർക്ക് നഷ്ടമാകുന്ന അവരുടെ രാഷ്ട്രീയം. കോൺഗ്രസ് ആണെങ്കിലോ ഒരു തവണ കൂടെ പ്രതിപക്ഷത്തിരിക്കാനുള്ള ത്രാണി അവർക്കില്ല. അവർക്ക് തിരിച്ചു വന്നേ പറ്റും. അതുകൊണ്ട് അവർ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നടത്താൻ പോകുന്ന ശ്രമം, അതിന് തുടക്കിടാണ് സത്യം പറഞ്ഞാൽ കൊടുക്കുന്ന സുരേഷും PJ കുര്യനൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർ നടത്താൻ പോകുന്ന ശ്രമം, ഈ 2 ശ്രമങ്ങളും സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമായി കേരളത്തിന് ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആത്യന്തികമായ ഗുണം BJPക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP വലിയ തോതിൽ സീറ്റുകൾ നേടുന്നു, അല്ലെങ്കിൽ അതിന് അടുത്ത 2031 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുന്നോ എന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു അന്തരീക്ഷം, BJPയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. അത് കുറെ കൂടെ ബലപ്പെടുത്തുകയാണ് ഇവരുടെ ഈ പ്രീണന നയങ്ങൾ ചെയ്യും.
അവസാനമായി ഈ മൂന്നാം ഊഴത്തിന് വേണ്ടിയുള്ള കളികളാണ് ഇത് കളിക്കുന്നത് എന്ന് പ്രത്യക്ഷമായി നാട്ടുകാർ കാണുന്നുണ്ടല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. അതിന് ഈ കളികൾ വരുത്തുന്ന ഒരു അപകടം അത് പ്രത്യേകിച്ച് LDF മനസ്സിലാക്കേണ്ടതല്ലേ. കാരണം അങ്ങനെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നയിക്കുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടവരല്ലേ ഈ കളി കളിക്കുന്നത്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അവർക്കിത് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവർക്കിത് അറിയാഞ്ഞിട്ടുമല്ല. അതാണ് അതിനകത്തുള്ള ഏറ്റവും സങ്കടകരമായ CPM ലീഡർഷിപ്പിനോ LDF ലീഡർഷിപ്പിനോ ഇത് അറിയാഞ്ഞിട്ടല്ല. ഈ ചെയ്യുന്നത് തങ്ങൾ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമാണ്. ഇതല്ല യഥാർത്ഥത്തിലുള്ള ഇടത് രാഷ്ട്രീയം എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണി ചെയ്യുന്നത്. അവിടെയാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കോൺഗ്രസ് നേരത്തെ മുതൽ തന്നെ വിവിധ സമുദായ നേതാക്കളുമായിട്ട്, അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഏത് ഡിനോമിനേഷൻ എടുത്താലും അതിലെ സമുദായ നേതാക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുകയും, ഇപ്പോ വരുന്ന വഴി ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പോയി കഴിഞ്ഞാൽ ഒന്ന് NSS ആസ്ഥാനത്ത് കയറി ജനറൽ സെക്രട്ടറിയെ വണങ്ങാതെ പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, VD സതീശൻ ഒഴിച്ച് ഇപ്പൊ തൽക്കാലം. അപ്പോ അവരെ സംബന്ധിച്ച് അത് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യം. അത് മുൻകാലം മുതൽ അവരുടെ ഒരു ശീലമാണ്. അതുവഴി അവരുണ്ടാക്കിയിരിക്കുന്ന അപകടം അതുണ്ട്. BJPക്ക് എങ്ങനെയാണ് മുൻകാലത്ത് കോൺഗ്രസ് വഴിയൊരുക്കിയത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്കും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളിലൂടെ ഒരു BJP അനുകൂല മനോഭാവം അല്ലെങ്കിൽ ആ മനോഭാവത്തിലേക്ക് ആളുകൾ എത്തിക്കുന്നതിൽ കോൺഗ്രസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള പങ്കാണ് ഈ ഘട്ടത്തിൽ CPM-ഉം LDF-ഉം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു മണ്ഡലത്തിൽ BJP ജയിക്കുന്ന കാഴ്ച നമുക്കുണ്ട്. അതിന് കാരണങ്ങൾ എന്തായാലും BJP ജയിച്ചിട്ടുണ്ട്. അപ്പൊ BJPക്ക് ഒരു ലോക്സഭാ മണ്ഡലം ജയിക്കാൻ കഴിയും എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആടി നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് ചായാൻ പാകത്തിലുള്ള പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അവിടെ ഉണ്ട്. ആ ക്ലൈമറ്റിലേക്കാണ് ഈ CPM എടുക്കുന്ന ഈ പോളിസി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് വലിയ അപകടം. അപ്പൊ ഇത് അറിയാതെയല്ല ഇത് ചെയ്യുന്നത്. മൂന്നാം ഊഴം ഉണ്ടായേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇത് ചെയ്യുന്നത്. ആ നിർബന്ധ ബുദ്ധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ യഥാർത്ഥ രാഷ്ട്രീയം തിരിച്ചറിയാൻ ഒരു പരാജയം അനിവാര്യമാകുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും എന്ന് നമ്മൾ പറയേണ്ടി വരും. റൈറ്റ്. ഏതായാലും കേരളം അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ പരിണിത ഫലമായി എന്തൊക്കെ സംഭവിക്കും എന്നത് ഇപ്പോഴേ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി നടേശനായാലും മാതാമൃതാനന്ദമയി ദേവിയായാലും കേരളത്തിൻ്റെ ഒരു ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. അതിന് നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പദവി അർഹിക്കുന്ന ഒരു നേതാവും ഇവിടെ ഇല്ല എന്ന് അത് ഇവിടുത്തെ രാഷ്ട്രീയ മുന്നണികൾക്ക് കൃത്യമായി അറിയാം. അതറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഈ കളികൾ അത് നമ്മുടെ നാടിനെയാണ് അത്യന്തികമായി ദോഷകരമായി ബാധിക്കുക. കഴുകൻ കണ്ണുകൾ ഇവിടെ കൊത്തിയെടുക്കാൻ കാത്തിരിപ്പുണ്ട്. അവർക്ക് ഇറച്ചി ഇട്ടുകൊടുക്കാതിരിക്കാൻ മുന്നണികൾ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.